മനുഷ്യനിർമ്മിതങ്ങളായവയും പ്രകൃതി നിർമ്മിതങ്ങളുമായ ലക്ഷോപലക്ഷം വരുന്ന കാഴ്ചകൾ. തീർച്ചയായും സ്വാമിജി. ഇവയൊക്കെ നമ്മുടെ കൺമുമ്പിലെത്തുമ്പോൾ കണ്ണവയുടെ ഒരു ചിത്രം ശേഖരിച്ച് മസ്തിഷ്കത്തിലേക്ക് അയക്കുമ്പോൾ അവയെ സ്വീകരിച്ചു വയ്ക്കുന്ന ആ മസ്തിഷ്കം, ശബ്ദം, സ്പർശം, രൂപം, ഇത് നാവിൻ്റെ അറ്റത്തൊന്ന് വരുമ്പോൾ നമ്മളുടെ മസ്തുളങ്കത്തിൽ വരുന്ന മാറ്റം. നമ്മൾ എത്രയോ പുരോഗമിച്ചിരിക്കുന്നു, എത്ര വളർന്നിരിക്കുന്നു, എത്ര ശാഖകളുണ്ടായിരിക്കുന്നു ശാസ്ത്രത്തിന്, എന്തെല്ലാം പഠനങ്ങൾ നടക്കുന്നു, എത്രയായിരം ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച് പണ്ഡിതന്മാരാകുന്നു. ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഇനിയും ചെന്നിട്ടുണ്ടോ? അറിയുന്നിടത്തോളം നിങ്ങൾ കഴിക്കുന്ന, നിങ്ങൾ വർത്തമാനം പറയുന്ന, നിങ്ങൾ ഇടപെടുന്ന, നിങ്ങൾ സ്പർശിക്കുന്ന തലങ്ങളിൽ നിന്ന് ഈ ഇന്ദ്രിയങ്ങൾ ഓരോ വിവരങ്ങളെയും കൊണ്ടുപോയി മസ്തുളങ്കത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതരുതെന്നും ഇതാവാമെന്നും തിരിച്ചു കാട്ടിത്തരുവാൻ ഏറ്റവും രസം ഇത് അതീവ രഹസ്യമായിട്ടാണ് കാട്ടിത്തരുന്നത്. നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മോഹത്തിൻ്റെയും കാമത്തിൻ്റെയും ഒരു തലത്തിൽ അതെങ്ങനെ കോശാന്തരങ്ങളെ സ്വാധീനിക്കുന്നു, അത് രോഗമായി പരിണമിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നമുക്കത് വഴിയെ പോകാമോ? തീർച്ചയായും. അന്യഥാകാമം എന്നാണ് ആ പദം തന്നെ. യഥാകാമം അപകടമല്ല. വേണ്ടത് വേണ്ട പോലെ വേണ്ട സമയത്ത് ആഗ്രഹിക്കുന്നത് ആരോഗ്യമാണ്. ഒരാഗ്രഹം യഥാവിധി അല്ലാതെ വരുമ്പോൾ വളരെ അപകടകരം. അത് കോശത്തിൽ എങ്ങനെ പരിണമിക്കും? അതിൽ ഒരു കാഴ്ച, ഒരു കേൾവി, ഒരു ശബ്ദം, നമ്മുടെ ചുറ്റും ശബ്ദത്തിൻ്റെ ഒരു വലിയ പ്രപഞ്ചമായിരിക്കും. അതെ, തീർച്ചയായും സ്വാമിജി. നമ്മൾ അനുശീലിച്ചു വന്ന പൂർവജനിതകങ്ങളുടെയും വർത്തമാന ജീവിതത്തിലെ സംഭവങ്ങളുടെയും വെളിച്ചത്തിൽ നമ്മൾ ഏതൊക്കെ റിസീവ് ചെയ്യും, ഏതിനെയൊക്കെ നമ്മുടെ ചെവി സെൻസ് ചെയ്യും. സെൻസ് ഓർഗൻ എന്നാണല്ലോ പറയുക. തീർച്ചയായും. ജ്ഞാനേന്ദ്രിയം ഏതിനെയെല്ലാം അറിയാൻ താല്പര്യം കാണിച്ച് അറിഞ്ഞു കൊണ്ടുവരും. അങ്ങനെ ലോകത്ത് കേൾക്കുന്ന മുഴുവൻ ശബ്ദങ്ങളും സൂക്ഷ്മമായും സ്ഥൂലമായും നമ്മുടെ ചെവിയിൽ സ്പന്ദനങ്ങളുണ്ടാക്കും. സ്ഥൂലമായത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, ശബ്ദം. അതെ സ്വാമിജി. സൂക്ഷ്മമായത് വെറും വൈബ്രേഷൻ മാത്രമായിരിക്കും, തിരിച്ചറിയാവുന്നതായിരിക്കില്ല. രണ്ട് തിരിച്ചറിയാവുന്ന ശബ്ദങ്ങൾക്കുള്ളിലും ശബ്ദങ്ങളുടെ ഇടയ്ക്കും അനേകം തിരിച്ചറിയാത്ത ശബ്ദവീചികൾ ചെവിയിൽ അലയ്ക്കുന്നുണ്ട്. സങ്കീർണത മനസ്സിലായി? മനസ്സിലായി. ഇതുപോലെയാണ് നമ്മുടെ ത്വക്ക്. നമ്മൾ സ്പർശനമെന്ന് പറഞ്ഞാൽ ഒരാളെ തൊട്ടു, ഒരു കസേരയെ തൊട്ടിരുന്നു, ഇതൊക്കെ നമ്മൾ സ്പർശനം എന്ന് കരുതും. എത്ര ആളുകളുടെ ശ്വാസവും ഉച്ഛ്വാസവും ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രാണൻ, ബഹിജര പ്രാണൻ, വായു. അത് നമ്മുടെ ത്വക്കിൽ സ്പർശിക്കാത്ത ഒരു നിമിഷമുണ്ടോ? പ്രാണസ്പന്ദനവും പ്രാണസ്പർശനവും കൂടാത്ത ഒരു നിമിഷം മനുഷ്യനില്ല. സ്പർശത്തിൻ്റെ ഒരു നൈരന്തര്യം വായുവിലാണ് നടക്കുന്നത്. അങ്ങ് വിഷയങ്ങളെ കണ്ട, ആസ്വദിച്ച, ആഹാരത്തെ ദഹിപ്പിച്ച, ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശങ്ങളെ രക്തത്തിലെത്തിച്ച, അങ്ങ്
പുറത്തെ ബാഹ്യവായുവിൽ നിന്ന് വലിച്ച് കയറ്റിയ സാധനത്തെ, ആ വായുവിനെ ഓക്സിജനായി വേർതിരിച്ച് പ്രാണവായു എന്ന നിലയിൽ അങ്ങയുടെ സ്രോതസ്സുകളിലൂടെ മുഴുവൻ കൊണ്ടുപോയി അതിനകത്ത് എന്തെല്ലാം മാലിന്യം വന്നു നിൽപ്പുണ്ടോ അതിനെ മുഴുവൻ സ്വീകരിച്ച് അവിടെ പ്രവർത്തിച്ച് കഴിഞ്ഞ ഒരു വായു കാർബൺ ഡയോക്സൈഡ് എന്ന് വിളിച്ചോളൂ. അത് മാത്രമൊന്നുമല്ല, മനസ്സിലായി സ്വാമിജി, പലതും വഹിച്ച് നമ്മൾ പുറത്തേക്ക് വിടുക. ലക്ഷോപലക്ഷം വരുന്ന സസ്യജാലങ്ങള് പകല് ഇതിനെ ശുദ്ധീകരിച്ച് ഓക്സിജനാക്കി വിട്ടതും, ലക്ഷോപലക്ഷം വരുന്ന ജീവജാലങ്ങള് ഉച്ഛ്വസിച്ച് കാർബൺ ഡയോക്സൈഡായി കലർന്നതും, ഒരു മഹാസമുദ്രത്തിലേക്ക് അതിനകത്ത് കിടക്കുന്ന ഒട്ടേറെ ജീവജാലങ്ങളുടെ വിസർജ്യ വസ്തുക്കളും മറ്റുള്ളവയുമെല്ലാം നിരന്തരമായി ഇടപഴകിയ വെള്ളമെന്ന പോലെ. മനസ്സിലായി സ്വാമിജി. സ്പർശത്തിലേക്ക് നമ്മളിൽ വന്ന് അലയ്ക്കുമ്പോൾ അത് മുഴുവൻ നമ്മുടെ സ്വഭാവ സവിശേഷതകളിൽ, നമ്മുടെ ജീവിത രീതികളിൽ എത്ര പരിണാമങ്ങൾ ഉണ്ടാക്കുമെന്ന്, കോശങ്ങളിൽ എത്ര മാറ്റങ്ങൾ വരുത്തുമെന്ന് അറിയണമെങ്കിൽ നാം സ്പർശിച്ചു കൊണ്ടുവന്ന വായുവിനെ ആധാരമാക്കി ത്വക്കിൻ്റെ കലകളിലൂടെ സൂക്ഷ്മമായി കടന്നു ചെല്ലുന്നവ. മനസ്സിലായി സ്വാമിജി. ശബ്ദം, സ്പർശം രണ്ടേ ആയുള്ളൂ. അതെ. രൂപം, ഏതെല്ലാം തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓട്ടം, ചാട്ടം തുടങ്ങി കർമ്മങ്ങൾ കലർന്ന ഒട്ടേറെ ദൃശ്യങ്ങൾ, അടിപിടി, വഴക്ക്, വക്കാണം കലർന്ന കാഴ്ചകൾ, ഒട്ടേറെ മരണങ്ങൾ, ജനനങ്ങൾ, വിവിധതരങ്ങളായ ജന്തുക്കൾ, സസ്യജാലങ്ങൾ, നദികൾ, തടിനികൾ, കായലോരങ്ങൾ, മനുഷ്യനിർമ്മിതങ്ങളായവയും പ്രകൃതി നിർമ്മിതങ്ങളുമായ ലക്ഷോപലക്ഷം വരുന്ന കാഴ്ചകൾ. തീർച്ചയായും സ്വാമിജി. ഇവയൊക്കെ നമ്മുടെ കൺമുമ്പിലെത്തുമ്പോൾ കണ്ണവയുടെ ഒരു ചിത്രം ശേഖരിച്ച് മസ്തിഷ്കത്തിലേക്ക് അയക്കുമ്പോൾ അവയെ സ്വീകരിച്ചു വയ്ക്കുന്ന ആ മസ്തിഷ്കം ശബ്ദം, സ്പർശം, രൂപം, കയ്പ്, രസം ഏതായാലും ഇഷ്ടപ്പെട്ടല്ല നാവ് സ്വീകരിക്കുക. നമുക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു കയ്പ് രസത്തെ നാവിൻ്റെ തലത്തിലൊന്ന് തൊടുമ്പോൾ നമ്മുടെ രോമകൂപങ്ങളിൽ വരുന്ന മാറ്റം പോലും നമുക്കറിയാം. തീർച്ചയായും. അപ്പോൾ ആ രസം കയ്പായിരിക്കുമ്പോൾ, കടുത്ത എരിവായിരിക്കുമ്പോൾ ത്വക്കിലെല്ലാം അത് ചുട്ടു പൊള്ളുന്നതായും മറ്റും തോന്നും. കൂടിയ എരിവാണെങ്കിൽ നാവിൻ്റെ രസാസ്വാദനത്തിനുള്ള ശേഷി പോലും കുറയ്ക്കും. അപ്പോൾ രസം നമ്മുടെ കോശാന്തരങ്ങളിൽ എരിവ് എന്ന നിലയിൽ രൂപാന്തരപ്പെടുന്നത് ഒട്ടു വളരെയാണ്. പുളി, പല്ല് തരിക്കും. ശരിയല്ല? ശരിയാണ് സ്വാമിജി. ആ പുളിയുടെ രസം, ഉപ്പ് മുമ്പ് പറഞ്ഞ മൂന്നിൽ നിന്നും അല്പം മാർദ്ദവമുള്ളതാണ്. കൂടിപ്പോയില്ലെങ്കിൽ, കൂടിപ്പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. ചവർപ്പെന്ന് പറഞ്ഞൊരു രസമുണ്ട്.
കയ്പിനോളം വരില്ലെങ്കിലും അതും രസത്തിൽ വലിയ ഒരു ഭാവമാണ്. ഹൃദ്യമായ മധുരം. മധുരവും ഉപ്പും നമ്മുടെ മെറ്റബോളിസത്തിൽ, പാകപ്രക്രിയയുടെ അന്തരാളത്തിൽ മധുരമായി മാറും, പുളിയായി മാറും. എരിവും ചവർപ്പും കയ്പും എരിവായി മാറും. അപ്പൊ അതിന്റെ വിഭാഗമെന്ന് പറയും. എരിവും ചവർപ്പും കയ്പും ശരീരത്തെ ശോഷിപ്പിക്കും, ലഘുവാണ്. മധുരവും ഉപ്പും കൂടുതൽ ഗുരുവാണ്, മധ്യമ ഗുരുവാണ് പുളി. ഇതിന്റെ വിഭാഗങ്ങൾ, രസങ്ങൾ, ഓരോ രസവും വരുമ്പോൾ ഇനി മധുരവും എരിവും ചേർത്ത് രസങ്ങളുണ്ട്. തേനിനൊക്കെ സ്വാഭാവികമായി മധുരവും ചവർപ്പും ചേർന്ന, കയ്പും ചേർന്ന ഒരു മധുരമാണ്. പ്രകൃതിയായി ഇങ്ങനെ രസസംയോഗങ്ങളുണ്ട്, മനുഷ്യനിർമ്മിത രസസംയോഗങ്ങളുണ്ട്. നല്ല മാമ്പഴവും മറ്റും അരിഞ്ഞ് നല്ലപോലെ മുളകരച്ച് ചേർത്ത് പച്ചടിയും മറ്റും ഉണ്ടാക്കും. മുളകിട്ട് പെരക്കുണ്ടാക്കും. അതെല്ലാം രസസംയോഗങ്ങളാണ്. അത് 64 തരമുണ്ട് പൊതുവെ, 63 തരം. അവയുടെ അനുപാതമൊന്ന് മാറ്റിയാൽ അസംഖ്യേയങ്ങളാണ്. ഇത് നാവിൻ്റെ അറ്റത്തൊന്ന് വരുമ്പോൾ നമ്മളുടെ മസ്തുളങ്കത്തിൽ വരുന്ന മാറ്റം. നമ്മൾ എത്രയോ പുരോഗമിച്ചിരിക്കുന്നു, എത്ര വളർന്നിരിക്കുന്നു, എത്ര ശാഖകൾ ഉണ്ടായിരിക്കുന്നു ശാസ്ത്രത്തിന്, എന്തെല്ലാം പഠനങ്ങൾ നടക്കുന്നു, എത്രയായിരം ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച് പണ്ഡിതന്മാരാകുന്നു. ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഇനിയും ചെന്നിട്ടുണ്ടോ? അറിയുന്നിടത്തോളം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആർക്കെങ്കിലും ഇതേക്കുറിച്ചൊരു ജ്ഞാനമുണ്ടോ? പഠിപ്പിക്കുന്ന അധ്യാപകർ ഈ വഴിയിൽ അല്പമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 10-30 കൊല്ലം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് കളയുന്നതിനിടയിൽ എന്തെങ്കിലും അവൻ്റെ ആരോഗ്യത്തിന് പ്രയോജനപ്പെടുന്ന ഒരു വിദ്യാഭ്യാസമെങ്കിലും നടക്കുന്നുണ്ടോ? വെറുതെ ഒന്ന് ആലോചിച്ചു. ഇല്ലെന്ന് വേണം പറയാൻ. ഒരു രസം നമ്മളിൽ ഉണ്ടാക്കുന്ന ഭാവമാറ്റമാണ് നമ്മൾ കണ്ടത്. ഒരു മണമോ, ചിലത് മണത്താൽ മൂക്കിലൂടെ രക്തം വരും, ചില മണമടിച്ചാൽ ദേഹം മുഴുവൻ ചൊറിഞ്ഞു വീർക്കും, ചില ഗന്ധമടിച്ചാൽ ശ്വാസം നേരെ വിടാറാവും, ചില ഗന്ധമടിച്ചാൽ ശ്വാസം വിടാനേ പറ്റില്ല. ഒരു ഗന്ധത്തിന് എത്ര മാറ്റമുണ്ട്! ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇതിൽ മാനവന്റെ യാഥാതഥ്യതയില്ലാത്ത ഒരാഗ്രഹം കൂടി കലർന്നാൽ ഈ സാധനം മസ്തുളങ്കത്തിലെത്തിയാൽ എപ്രകാരമാണോ ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങളെ സെൻസ് ചെയ്യാൻ ചില ഉപകരണങ്ങൾ വച്ചിരിക്കുന്നത്, പുതിയ ഓഫീസുകളിലും മറ്റും തീപിടുത്തമറിയാൻ, പുകയെ സെൻസ് ചെയ്യാൻ ചില സെൻസറുകൾ പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഫയർ ഡിപ്പാർട്ട്മെന്റ് ചില സ്ഥലത്ത് തീ കത്തുമ്പോൾ ഉഷ്ണമാപിനികൾ പിടിപ്പിച്ചിരിക്കുന്നത്, ചൂട് 60 ഡിഗ്രിയിൽ കൂടിയാൽ അലാറം അടിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തലച്ചോറിലൊരു സെൻസോറിയമുണ്ട്. നമ്മുടെ കോശങ്ങൾക്ക് സ്വീകരിക്കാനാവാത്ത സെൻസ് ചെയ്ത് അവയെ അകത്തേക്ക് വിടാതിരിക്കാൻ ആദ്യത്തെ നിർദ്ദേശം തരുന്ന ഒരു വലിയ ലോകം നമ്മുടെ മസ്തുളങ്കത്തിലുണ്ട്. അവയെ നാം നിരന്തരമായി അതിക്രമിച്ചു കഴിഞ്ഞാൽ, ഈ സെൻസോറിയത്തിൻ്റെ കഴിവ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ജനിക്കുന്ന കുഞ്ഞിന് ഈ സെൻസോറിയ പ്രവർത്തനം വികലമായിരിക്കും.
ഇതൊക്കെ ആയിരിക്കും സ്വാമിജി ഈ പ്രതിരോധശേഷി എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. തീർച്ചയായും അതെ. നമുക്കൊരു അലാറമുണ്ട്, ഒരു സൈറ്റോളജിക്കൽ അലാറം. നമ്മുടെ കോശം, ഓരോ കോശവും പൂർണ്ണമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കോശം എടുത്ത് നിങ്ങളെപ്പോലൊരാളെ വേറെ സൃഷ്ടിക്കാം. നിങ്ങൾ പൂർണ്ണമാണ്, കോശം പൂർണ്ണമാണ്. പൂർണ്ണമായ നിങ്ങളിൽ നിന്നെടുത്ത കോശം പൂർണ്ണം തന്നെയാണ്. നിങ്ങളുടെ പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണമായ ഒരു കോശം മാറ്റിക്കഴിഞ്ഞാലും നിങ്ങൾ പൂർണ്ണനാണ്. അപ്പൊ ശേഷിക്കുന്നതും പൂർണ്ണമാണ്. ഇതെല്ലാം പൂർണ്ണങ്ങളാണ്. കാഴ്ചപ്പാട് മനസ്സിലായി സ്വാമിജി. ഇത്രയും പൂർണ്ണമായ ഒരു ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ കോശവ്യാപാരങ്ങളെ മൊത്തം പരിഗണിച്ചൊരു യഥാവിധി അല്ലാത്ത ഒരു കാമം സെൻസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എപ്രകാരം ആരോഗ്യത്തെ നിലനിർത്തുവാനുള്ള നമ്മുടെ ആരോഗ്യദാതാവായ മസ്തുളങ്കം, നമ്മുടെ ബുദ്ധി ആം അരുത് എന്ന് പറഞ്ഞു തരും. ആ പൊട്ടൻഷ്യൽ, ആ ഡിവിനിറ്റി, ആ ഈശ്വരീയത, അതാണ് ബുദ്ധിമാനായ മനുഷ്യൻ അന്വേഷിക്കേണ്ടത്. മനസ്സിലായി സ്വാമിജി. നിങ്ങൾ കഴിക്കുന്ന, നിങ്ങൾ വർത്തമാനം പറയുന്ന, നിങ്ങൾ ഇടപെടുന്ന, നിങ്ങൾ സ്പർശിക്കുന്ന തലങ്ങളിൽ നിന്ന് ഈ ഇന്ദ്രിയങ്ങൾ ഓരോ വിവരങ്ങളെയും കൊണ്ടുപോയി മസ്തുളങ്കത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതരുതെന്നും ഇതാവാമെന്നും തിരിച്ചു കാട്ടിത്തരുവാൻ ഏറ്റവും രസം ഇത് അതീവ രഹസ്യമായിട്ടാണ് കാട്ടിത്തരുന്നത്. നിങ്ങൾക്ക് കാട്ടിത്തരുന്ന സാധനം എനിക്ക് തിരിച്ചറിയാനാവില്ല. നിങ്ങളെ ഇത് കാട്ടിത്തരുമ്പോൾ നിങ്ങളിത് കാണുന്ന പോലെ എനിക്ക് കാണാനാവില്ല. മനസ്സിലായി സ്വാമിജി. അഹങ്കാരം അല്പം പോലും പോകാതെ നിങ്ങൾ രഹസ്യമായി കാണുകയും നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത് ഞാൻ കാണാതിരിക്കുകയും ചെയ്തിട്ടുകൂടി ഇതിനെ ആസ്വദിക്കാനും അറിയാനുമുള്ളൊരു വിദ്യ ലഭിച്ചില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് വളരെ ആ കാര്യം സെൻസ് ചെയ്ത് സ്വീകരിച്ചു കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്ന് നിങ്ങളതിനെ രൂപപ്പെടുത്തുമ്പോൾ ഇതരുത്, ഇതാവാം, ഇത് ഇത്രയാവാം, ഇതാണ് ആഗ്രഹങ്ങളുടെ നില. ഇതിനെ അതിക്രമിക്കുന്നതാണ് അന്യഥാകാമം, യഥാകാമമല്ല. ആ സമയത്ത് നിങ്ങളുടെ ന്യൂറോണുകൾക്ക് നിങ്ങളെ നിങ്ങളായി നിലനിർത്തുന്ന നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളെ സ്വാംശീകരിച്ച് നിൽക്കുന്ന നിങ്ങളുടെ അറിവിൻ്റെ അങ്കുരങ്ങളായ, നിങ്ങളുടെ ഓർമ്മകളായ, നിങ്ങളുടെ ബുദ്ധിയായ, നിങ്ങളുടെ ധീയും ധൃതിയുമായ ആ ന്യൂറോണുകൾക്ക് എന്തു പറ്റും? അപ്പൊ സെൻസ് ചെയ്യുന്നിടത്ത് പറ്റുന്ന അബദ്ധം, സെൻസ് ചെയ്ത് ഇത് കൈമാറി കൊടുക്കുമ്പോൾ ആ സെൻസില് ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ എല്ലാം വികലമായി ചിത്രീകരിച്ചിരിക്കും. നിങ്ങളുടെ വികലമായൊരു രൂപം തന്നെ ബ്രെയിൻ എടുത്തു വച്ചിരിക്കും. നിങ്ങളുടെ ഒരു ചരിത്രമുണ്ട് ബ്രെയിനിൻ്റെ അകത്ത്. തീർച്ചയായും സ്വാമിജി, തീർച്ചയായും. ഒരു ബ്ലാക്ക് ബോക്സ്. ഈ വിമാനമൊക്കെ പതിക്കുമ്പോൾ ബ്ലാക്ക് ബോക്സ് അത് ഇടുന്നത്. അതെ, തീർച്ചയായും, തീർച്ചയായും. കാരണം അതിനകത്തൊരു ഹിസ്റ്ററി ഉണ്ട് ഈ പതനത്തിൻ്റെ.
നിങ്ങളെ വെട്ടിപ്പൊളിച്ച് നിങ്ങളുടെ ബ്ലാക്ക് ബോക്സ് തേടാവുന്നിടത്തേക്ക് നമ്മുടെ ഫോറൻസിക് മെഡിസിൻ ഇനിയും വികസിച്ചിട്ടില്ല. എന്നാൽ അതിൻ്റെ അടുത്തുവരെയൊക്കെ എത്തുന്ന വിധം നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു വന്ന വിഷങ്ങളും കൊലപാതകങ്ങളും തിരിച്ചറിയാവുന്നിടത്തേക്കൊക്കെ ഇതെത്തിയിട്ടുണ്ട്. ഇതെത്തുമ്പോൾ നിങ്ങൾക്ക് എന്നോട് പകയുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഈ ബാഹ്യമായ വിഷം വമിപ്പിച്ച് നിങ്ങളെ കൊന്നിട്ട് എൻ്റെ സാന്നിധ്യവും സാഹചര്യത്തിലും കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ കിടന്ന വിഷം ഞാൻ തന്നതാണെന്നാണ് ഫോറൻസിക് സർജൻ കണ്ടെത്തുന്നതെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലുള്ള കണ്ടെത്തലിന് പരിമിതിയുണ്ടെന്ന് പറയേണ്ടി വരും. തീർച്ചയായും സ്വാമിജി. സ്വാമിജി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അതൊന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ സ്വാമിജി. അതായത് നിങ്ങളുടെ ശരീരത്തിന് തന്നെ ഈ ലോകത്തിലെ ബാഹ്യമായ വസ്തുക്കളെ മുഴുവൻ ഉൽപ്പാദിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള വളരെ സങ്കീർണമായൊരു രചനയാണ് ഈ ശരീരം. തീർച്ചയായും സ്വാമിജി. ഇതിനകത്ത് പൊട്ടാസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, ഇതിനകത്ത് ഫാറ്റുണ്ട്, പ്രോട്ടീനുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അതായത് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ഇതിനകത്ത് ആസിഡുകളുണ്ട്, ഇതിനകത്ത് ആൽഡിഹൈഡ് ഓക്സിഡൈസ് ഉണ്ട്, സാന്തൈൻ ഓക്സിഡൈസ് ഉണ്ട്, ഇതിനകത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ട്, ഇതിനകത്ത് ജലമുണ്ട്. ഇതിനകത്ത് ഓക്സിജൻ O2 എന്ന നിലയിലുണ്ട്, O എന്ന നിലയിൽ നെയ്സൻ്റ് ഓക്സിജൻ ഉണ്ട്, O3 എന്ന നിലയിൽ ഓസോണുകളുണ്ട്, ഹാർഡ് വാട്ടർ ഉണ്ട്, ഇതിനകത്ത് സോഫ്റ്റ് വാട്ടർ ഉണ്ട്. എന്തിൻ്റെ കുറവായി ശരീരത്തിനുള്ളത്? പുറത്തൊരു വിദ്വാൻ കെമിക്കൽ ലാബിലിരുന്ന് കുറേ സാധനങ്ങൾ കൂട്ടി പുകയും അതിനകത്ത് നിന്ന് പ്രസിപ്പിറ്റേറ്റും അതിനകത്ത് നിന്ന് അനവധി ത്വരകങ്ങളും ഉണ്ടാക്കുന്നത് പോലെ നിങ്ങളുടെ ഒരു വികാരത്തിന് ഈ ന്യൂറോണുകളിൽ, ഈ മോട്ടോറിയങ്ങളിൽ, ഈ സെൻസോറിയങ്ങളിൽ ഒരു പരിണാമം ഉണ്ടാക്കിയാൽ എന്തെല്ലാം വിഷമല്ല, എന്തെല്ലാം അമൃതല്ല ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക.